എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ പതിവില്ലാതെ ഞാൻ നിന്നിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ അല്ലെ, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് നിന്ന് ചെയ്യാം. ഓക്കെ, നല്ല സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകും. എല്ലാവരുടെ കയ്യിലും ബോഡി മിസ്റ്റ് ഒക്കെ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ അത്തർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒത്തിരി നമ്മളുടെ കയ്യില് ഉണ്ട്. പക്ഷെ എല്ലാവരും ബ്രാൻഡ് നോക്കിയിട്ട് മേടിക്കുന്നൊന്നുമല്ല. ബ്രാൻഡ് നോക്കാതെ മേടിക്കുന്നവരും ഇഷ്ടം പോലെയുണ്ട്. ബ്രാൻഡഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് എടുക്കുന്നവരുണ്ട്, മിഡിൽ റേഞ്ചിൽ നിൽക്കുന്ന പെർഫ്യൂംസ് എടുക്കുന്നവരുണ്ട്, അതല്ലാതെ ലോക്കൽ ആയിട്ടുള്ള പെർഫ്യൂംസ് എടുക്കുന്നവരുണ്ട്. പക്ഷെ ഞാനങ്ങനെ ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ളതുമല്ല, തീരെ ലോക്കൽ ആയിട്ടുള്ളതല്ല. ഞാനൊരു മിഡിൽ റേഞ്ചിൽ നിൽക്കുന്ന പെർഫ്യൂംസ് ആണ് കൂടുതലും ഞാൻ ചൂസ് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു 3 to 4 അല്ലെങ്കിൽ 5 to 6 hours ഒക്കെ നമുക്ക് സ്പ്രേയുടെ മണമൊക്കെ നിൽക്കത്തുള്ളൂ അല്ലെ. അപ്പൊ അത്തരത്തിൽപ്പെട്ടുള്ള സ്പ്രേസിന്റെ മണം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫ്രാഗ്രൻസ് ഒക്കെ നമുക്ക് നല്ലപോലെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ടിപ്സ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ അധികം കത്തി വെച്ച് ബോറടിപ്പിക്കുന്നില്ല, ഞാൻ ടോപ്പിക്കിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ടോപ്പിക്കിലേക്ക് പോവാം. നമ്മളെ ഇഷ്ടം പോലെ പെർഫ്യൂംസും അല്ലെങ്കിൽ ഡിയോഡറന്റിന്റെയും ബോഡി മിസ്റ്റിന്റെയും ഒക്കെ കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷെ അത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ല അതിന്റെ ഫ്രാഗ്രൻസ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കുറച്ച് ട്രിക്സ് ഉപയോഗിച്ചിട്ട് നമുക്കത് മണം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊക്കെ എപ്പോഴും ഉള്ളൊരു ശീലമാണ് നമ്മളുടെ പെർഫ്യൂം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അടിക്കും അല്ലെ. അപ്പൊ ഇഷ്ടമുള്ളിടത്തൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കും. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ അതൊന്നും മാറ്റി പിടിക്കുക. നിങ്ങൾ ഈ ഇങ്ങനെ സ്പ്രേ എടുത്ത് അവിടെ ഇവിടെ അടിക്കുന്ന ശീലം നിങ്ങൾ ഫസ്റ്റ് തന്നെ സ്കിപ്പ് ചെയ്ത് കളയാം. അങ്ങനെ ഈ മൊത്തത്തിൽ അടിക്കുന്നതിന് പകരം പൾസ് പോയിന്റ്സ് മാത്രം നോക്കിയിട്ട് അടിക്കാം. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഏരിയാസാണ് മെയിനായിട്ട് നമ്മുടെ പൾസ് പോയിന്റ്സ്. ഇത്രയും പൾസ് പോയിന്റ്സിൽ നമ്മൾ എന്തായാലും സ്പ്രേ അടിക്കുക, ഒരുപാട് അടിക്കുന്നതിന് പകരം. പൾസ് പോയിന്റ്സ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് അടിക്കാൻ പറ്റുന്ന കുറച്ച് ഏരിയാസാണ് ഹെയർ, നമ്മുടെ കോളർ ബോൺ, പിന്നെ ബെല്ലി ബട്ടൺ, ഹാൻഡ്സ്, നമ്മുടെ കാൽമുട്ടിൻ്റെ മടക്ക്, ആങ്കിൾസ്, ഇവിടെയൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുക. ഇവിടെ എല്ലാവരും അടിക്കുന്നവരില്ല, പക്ഷേ എങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാനായിട്ട് അത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഒക്കേഷണലി മാത്രം അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഹെയറിൽ, എപ്പോഴും അടിച്ചു കൊടുക്കണ്ട. അത് ഡ്രൈ ആവാനായിട്ടൊരു റീസണാണ്. പിന്നെ അത് മാത്രമല്ല സെയിം ഫ്രാഗ്രൻസിലുള്ള ഹെയർ സ്പ്രേയും പിന്നെ ബോഡി സ്പ്രേയും കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ എൻഹാൻസ് ചെയ്യത്തേ ഉള്ളൂ സ്മെല്ല്. അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ ബോഡി സ്പ്രേ ഹെയറിൽ അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ഡ്രസ്സിൽ അടിക്കരുത് എന്ന് പറയുന്നുണ്ട് ഫ്രാഗ്രൻസ് ഒക്കെ. പക്ഷെ ഫ്രാഗ്രൻസ് ഡ്രസ്സിൽ അടിക്കണ്ട എന്ന് പറയുന്നത് ഇപ്പോഴും സ്റ്റിൽ ഒരു കോൺട്രവേഴ്സി ആയിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഡ്രസ്സിൽ അടിക്കണ്ട എന്ന് ഞാൻ പറയില്ല. പക്ഷെ വേർപ്പായിട്ടുള്ള ഡ്രസ്സിൽ അടിക്കാതിരിക്കുക. ഫ്രഷ് ആയിട്ടുള്ള ഡ്രസ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് അടിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല. വാർഡ്രോബിൽ ഇരിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ അടിക്കുക, അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ആയിട്ട് എന്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാനുള്ളത്. പെർഫ്യൂംസ് യൂസ് ചെയ്യേണ്ടത് റൈറ്റ് ആഫ്റ്റർ ഓൺലി ഷവർ മാത്രമാണ് കേട്ടോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിൽക്കില്ല. അപ്പൊ വെറുതെ അടിച്ച് കളഞ്ഞിട്ട് നമ്മളുടെ ബോട്ടിൽ എംറ്റി ആക്കാൻ നിൽക്കണ്ട. ഒരു കുളി എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ പെർഫ്യൂം അടിക്കുക. പിന്നെ ഏറ്റവും നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ബോഡി വാഷ് ആണെന്നുണ്ടെങ്കിലും ബോഡി മോയ്സ്ചറൈസിങ് ക്രീം ആണെന്നുണ്ടെങ്കിലും ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന പെർഫ്യൂം ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, സെയിം ഫ്രാഗ്രൻസ് സെലക്ട് ചെയ്യുക. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് എൻഹാൻസ് ചെയ്ത് 3 ലെയർ ആയിട്ട് നമ്മുടെ ബോഡിയിൽ അത് നിൽക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉള്ള സ്പ്രേസ്, ഇതൊക്കെ ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉള്ള സ്പ്രേ ആണ് കേട്ടോ. ഈ യാർഡ്ലിയുടെ ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതിന്റെ സ്മെല്ല്. ഇത് കാരണം പറയണമെന്നല്ല കേട്ടോ ഞാൻ വന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ എയറിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ അതിന്റെ കണ്ടന്റ് പുറത്തേക്ക് വരുള്ളൂ. അതിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടക്കാം. അതായത് നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടിട്ടാണോ നമ്മൾ പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, അത് നെക്സ്റ്റ് തിങ്. മെയിൻ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, അൺഡ്രാംസിൽ ഡയറക്റ്റ് അടിക്കാതിരിക്കാം. നമ്മൾ അൺഡ്രാംസിൽ കൈയൊക്കെ പൊക്കി പിടിച്ചിട്ട് അങ്ങനെ അടിച്ചു വിടുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലേ, അത് നിർത്താം. വേർപ്പ് എപ്പോഴും പെട്ടെന്ന് സ്മെല്ല് ചെയ്യപ്പെടുന്നത് അൺഡ്രാംസ് എന്നാണ് നമ്മളുടെ അല്ലെ. ഡയറക്റ്റ് അൺഡ്രാംസിൽ അടിക്കുന്നത് അവോയ്ഡ് ചെയ്യുക, കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് അൺഡ്രാംസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട. പിന്നെ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പൾസ് പോയിന്റ്സിൽ കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീം എടുത്ത് അപ്ലൈ ചെയ്തതിനു ശേഷം അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സ്പ്രേ അടിച്ചു കൊടുക്കാം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പേഴ്സണലി വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാണ് ഇങ്ങനെ ചെയ്തു നോക്കുന്നത് കേട്ടോ. അപ്പൊ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പെർഫ്യൂം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂം നിങ്ങൾ സെലക്ട് ചെയ്യുക. ബ്രാൻഡ് തന്നെ ഞാൻ മേടിക്കുക അങ്ങനെയൊന്നുമില്ല. എന്റെ കാര്യത്തിൽ തീർത്തുമില്ല. ഞാനൊരു മിഡിൽ റേഞ്ചിൽ നല്ല രീതിയിലുള്ള ഒത്തിരി പെർഫ്യൂംസ് എന്റെ കയ്യിലുണ്ട്. പെർഫ്യൂം കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ ഞാനത് പറയുന്നത്. അത് നമുക്ക് വേറൊരു ദിവസം കാണിക്കാം. ഓക്കെ, ഇപ്പൊ എന്റെ കയ്യിലുള്ള യാർഡിയുടെ ഓട്ടം ബ്ലൂ ആണ്. നല്ലൊരു ആപ്പിളിന്റെയും ബർഗാമോട്ടിന്റെയും ഒക്കെ ഒരു കണ്ടെയ്ൻ ചെയ്യുന്നതും ഫ്ലവറിന്റെ ഒരു നല്ല രസമുള്ളൊരു ഇതാണ് കേട്ടോ. 3 ലെയേർഡ് സ്പ്രേ ആണ്. ഗേൾസിന് പറ്റിയ ഒരു സ്മെല്ലാണ്. ഓക്കെ, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും സക്സസ് ആയിരിക്കും, 100% ഗ്യാരണ്ടി. ഓക്കെ, അപ്പൊ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരെ